സിക്കിമിൽ തുരങ്ക ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ജിയോളജിസ്റ്റും ബ്ലോഗറും ശാസ്ത്രലേഖകനുമായ പാമ്പാടി പത്താഴക്കുടി പൂരത്തുപറമ്പിൽ അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാര കർമ്മങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തി. സിക്കിമിൽ നിന്നും ആംബുലൻസിൽ റോഡ് മാർഗം ഇന്നലെ ഉച്ചയോടെയാണ് കൊൽക്കത്ത വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ നിന്നും മൊബൈൽ യൂണിറ്റ് മൃതദേഹം രാത്രി 11ഓടെ വിമാനമാർഗം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെത്തിച്ച മൃതദേഹം ആംബുലൻസിലാണ് വീട്ടിലെത്തിച്ചത്. അനീഷിന്റെ ഭാര്യ സംഗീത, സഹോദരൻ സനൽ, അനീഷിന്റെ സഹോദരൻ വിനീഷിന്റെ സുഹൃത്ത് സാബി ബേബി എന്നിവരും അനീഷ് ജോലി ചെയ്തിരുന്ന NSPCയുടെ ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ അനുഗമിച്ചു. അനീഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വൻ ജനാവലി ഒഴുകിയെത്തി. കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. അനീഷ് തന്റെ ശാസ്ത്ര കൗതുകങ്ങൾ വിവരിക്കുന്ന യൂട്യൂബ് ചാനലിലൂടെ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും പുതിയ അറിവുകൾ പകർന്നു നൽകിയിരുന്നു. തുരങ്ക നിർമ്മാണത്തിനിടയിൽ ഭൂമിക്കടിയിലുണ്ടായ മീഥേൻ വാതക ചോർച്ചയെ തുടർന്നാണ് അനീഷിനെ മരണത്തിനിടയാക്കിയ സ്ഫോടനമുണ്ടായത്. ജൂലൈ 20-നായിരുന്നു അപകടം. മുഖ്യമന്ത്രി VD സതീശന്റെ പ്രത്യേക ഇടപെടലിലാണ് നോർക്കയുടെ സഹായത്തോടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്.